നമസ്കാരം സുഹൃത്തുക്കളെ. ബിരുദം മുതൽ 10ാം ക്ലാസ് IT യോഗ്യത വരെയുള്ളവർക്ക് അവസരം ലഭിക്കുന്ന ഒരു പ്രധാന ജോലി അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഇവിടെ വെറും ഒരു പോസ്റ്റ് മാത്രമല്ല ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, ക്ലർക്ക്, ഡ്രൈവർ, ലബോറട്ടറി അസിസ്റ്റൻറ്റ്, സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങി വിവിധ തസ്തികകളിലേക്കാണ് അവസരങ്ങൾ. അതിൽ ചില പോസ്റ്റുകൾക്ക് 73,000 വരെ ശമ്പളം ലഭിക്കുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എല്ലാ പോസ്റ്റിനും ഒരേ യോഗ്യതയല്ല. ചില പോസ്റ്റിന് ബിരുദം, ചിലതിന് 10ാം ക്ലാസ്, മറ്റൊന്നിന് ITI, NTC, NAC യോഗ്യതയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റിന് അപേക്ഷിക്കാം എന്നത് മനസ്സിലാക്കാൻ ഓരോ പോസ്റ്റിൻ്റെയും യോഗ്യത, പ്രായപരിധി, ശമ്പളം, പ്രവൃത്തിപരിചയം എന്നിവ വിശദമായി നോക്കാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാനും വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പൂനെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിൻ്റെ നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സ്, അതായത് NCRA-TIFR വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇവിടെ പ്രധാനമായും 5 തസ്തികകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് B, രണ്ടാമത്തേത് ക്ലർക്ക് A, മൂന്നാമത്തേത് ഡ്രൈവർ, നാലാമത് ലബോറട്ടറി അസിസ്റ്റൻറ്റ്, അഞ്ചാമത് സെക്യൂരിറ്റി ഗാർഡ്. ഇനി ഓരോന്നായി വളരെ ലളിതമായി നോക്കാം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ പോസ്റ്റ് ഏതാണെന്ന് മനസ്സിൽ കുറിച്ചു വെക്കുക. ആദ്യത്തെ ഒഴിവ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് B. ഈ പോസ്റ്റിൽ ഒരു ഒഴിവാണുള്ളത്. ശമ്പളം നോക്കുമ്പോൾ തന്നെ ഈ പോസ്റ്റ് ശ്രദ്ധേയമാണ്. 73,000 വരെ ശമ്പളം ലഭിക്കുന്നതാണ് നൽകിയിരിക്കുന്ന വിവരം. പരമാവധി പ്രായം 33 വയസ്സ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം യോഗ്യത. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ കുറഞ്ഞത് 55% മാർക്കോടെയുള്ള ബിരുദം ആവശ്യമാണ്. പക്ഷേ ഇവിടെ ബിരുദം മാത്രം പോരാ. വേഡ് പ്രോസസ്സിംഗ്, ഡാറ്റാബേസ്, അക്കൗണ്ടിംഗ് മെത്തേഡ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിലും ഓഫീസ് സംബന്ധമായ ജോലികളിലും പരിചയമുള്ളവർക്ക് ഈ പോസ്റ്റ് കൂടുതൽ അനുയോജ്യമായിരിക്കും. ഇനി മറ്റൊരു പ്രധാന നിബന്ധന, ഏതെങ്കിലും വലിയ സ്ഥാപനത്തിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ HR വിഭാഗത്തിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ബിരുദധാരിയാണെന്ന് മാത്രം കരുതി ഈ പോസ്റ്റിന് അപേക്ഷിക്കാം എന്ന് വിചാരിക്കരുത്. 5 വർഷത്തെ ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതിനാൽ ബിരുദം പ്ലസ് ആവശ്യമായ കമ്പ്യൂട്ടർ പരിജ്ഞാനം പ്ലസ് 5 വർഷത്തെ HR എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പീരിയൻസ് ഇവയുള്ളവർ ഈ പോസ്റ്റ് പ്രത്യേകം പരിശോധിക്കുക. ഇവിടെ ഒരു ചെറിയ ചോദ്യം, നിങ്ങൾക്ക് 5 വർഷത്തെ HR അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ തസ്തികയിലേക്ക് വരാം. ക്ലർക്ക് A. ഇവിടെ 2 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം 39,770 മുതൽ 46,000 രൂപ വരെ. ഇനി യോഗ്യത നോക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ കുറഞ്ഞത് 50% മാർക്കോടെയുള്ള ബിരുദം ആവശ്യമാണ്. ഇതിനൊപ്പം ടൈപ്പിംഗ് നോളജ് ഉണ്ടായിരിക്കണം. കൂടാതെ MS ഓഫീസ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനുള്ള അറിവും ആവശ്യമാണ്. ഇത് സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തെളിയിക്കേണ്ടതായും നൽകിയിരിക്കുന്ന വിവരത്തിൽ പറയുന്നു. ഇനി പ്രവൃത്തി പരിചയം. പ്രശസ്തമായ വലിയ സ്ഥാപനത്തിൽ ക്ലറിക്കൽ വർക്ക്, കറസ്പോണ്ടൻസ് തുടങ്ങിയ ജോലികളിൽ കുറഞ്ഞത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അതായത് ഈ പോസ്റ്റിനായി നോക്കുമ്പോൾ ബിരുദം 50% മാർക്ക്, ടൈപ്പിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, MS ഓഫീസ്, കൂടാതെ 1 വർഷത്തെ ബന്ധപ്പെട്ട പ്രവൃത്തി പരിചയം ഇവയാണ് പ്രധാന കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാം, എനിക്ക് ബിരുദമുണ്ട് അതുകൊണ്ട് ക്ലർക്ക് പോസ്റ്റിന് അപ്ലൈ ചെയ്യാം എന്ന് മാത്രം കരുതരുത്. ടൈപ്പിംഗ്, കമ്പ്യൂട്ടർ നോളജ്, എക്സ്പീരിയൻസ് എന്നിവയും നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന നിബന്ധനകൾക്ക് അനുസരിച്ച് പരിശോധിക്കണം. നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിയാമോ? MS ഓഫീസ് അറിയാമോ? ക്ലറിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പോസ്റ്റ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം.
ഇനി പലർക്കും ഏറ്റവും താല്പര്യമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റിലേക്ക് വരാം. ഡ്രൈവർ ബി. ഇവിടെ 2 ഒഴിവുകളാണ്. ശമ്പളം 35,270 മുതൽ 39,970 വരെ. ഇനി വലിയൊരു പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇതിന് ബിരുദം ആവശ്യമില്ല. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. അതുകൊണ്ട് 10ാം ക്ലാസ് യോഗ്യതയുള്ളവർ ഈ പോസ്റ്റിന് പ്രത്യേകം പരിശോധിക്കുക. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടത് ലൈസൻസും എക്സ്പീരിയൻസുമാണ്. ആവശ്യമായ വാഹനം ഓടിക്കുന്നതിനുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷയ്ക്കൊപ്പം ലൈസൻസ് അപ്ലോഡ് ചെയ്യേണ്ടത് നിർബന്ധമാണെന്നും നൽകിയിരിക്കുന്ന വിവരത്തിൽ പറയുന്നു. ഇതിനു പുറമെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ അപകടങ്ങളില്ലാതെ ഓടിച്ചിട്ടുള്ള കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ഇവിടെ ഞാൻ വീണ്ടും പറയുകയാണ്, 10ാം ക്ലാസ് മാത്രം ഉണ്ടെന്ന് കരുതി അപേക്ഷിക്കാൻ പോകാതെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഏത് കാറ്റഗറിയാണ്, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എക്സ്പീരിയൻസ് ആവശ്യമായ രീതിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടോ, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, ഇവ പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷിക്കുക. ഡ്രൈവർ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യാം. കാരണം പലപ്പോഴും ഇത്തരം അവസരങ്ങൾ യോഗ്യതയുള്ളവർ അറിയാതെ പോകാറുണ്ട്. ഇനി 4ാമത്തെ തസ്തിക ലബോറട്ടറി അസിസ്റ്റൻറ്റ് ബി. ഇവിടെ 2 ഒഴിവുകളാണ് ഉള്ളത്. ശമ്പളം 39,770. പരമാവധി പ്രായം 31 വയസ്സ്. ഇനി ഈ പോസ്റ്റിൻ്റെ യോഗ്യതയെക്കുറിച്ച് നോക്കാം. ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ തത്തുല്യ ട്രേഡിൽ NCVT നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC ആണ് ഒരു മാർഗം. ഇവിടെ കുറഞ്ഞത് 60% മാർക്കാണ് ആവശ്യം. കൂടാതെ ഇലക്ട്രോണിക് ലാബിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. മറ്റൊരു മാർഗം നൽകിയിട്ടുണ്ട്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NIC ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ തത്തുല്യ ട്രേഡിൽ NCVT നൽകിയത്. ഇതിനും കുറഞ്ഞത് 60% മാർക്ക് ആവശ്യമാണ്. NIC റൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ലാബിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതിനാൽ ITI ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഈ ഭാഗം ശ്രദ്ധിക്കണം. ഇവിടെ 2 തരം എലിജിബിലിറ്റി റൂട്ടാണ് നമ്മൾ കാണുന്നത്. NTC റൂട്ട് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ്, NIC റൂട്ട് 1 ഇയർ എക്സ്പീരിയൻസ്. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് NTC ആണോ NIC ആണോ എന്ന് ആദ്യം പരിശോധിക്കുക. പിന്നീട് നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് നോക്കുക. അതിനുശേഷം റിക്വയർഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇതുപോലെ നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ ഓരോ ചെറിയ നിബന്ധനയും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ക്വാളിഫിക്കേഷൻ മാത്രം മാച്ച് ചെയ്താൽ മതിയാകില്ല. സർട്ടിഫിക്കറ്റ് പ്ലസ് മാർക്ക് പ്ലസ് എക്സ്പീരിയൻസ് എല്ലാം പ്രധാനമാണ്. അടുത്തത് സെക്യൂരിറ്റി ഗാർഡ് 5ാമത്തെ തസ്തിക. ഇവിടെ 1 ഒഴിവാണ്. ശമ്പളം 32,000 രൂപ. പരമാവധി പ്രായം 28 വയസ്സ്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ വിജയിച്ചിരിക്കണം. പക്ഷേ ഇവിടെ ചില അഡീഷണൽ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച നിബന്ധനകളുണ്ട്. ഉദാഹരണത്തിന് ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ്, സിവിൽ ഡിഫൻസ് ട്രെയിനിങ്, ഹോം ഗാർഡ് തുടങ്ങിയവയിൽ അനുയോജ്യമായ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സൈന്യത്തിൽ നിന്നോ CAPFൽ നിന്നോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ നിബന്ധന ബാധകമല്ല എന്ന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ പറയുന്നു. ഇതിനു പുറമെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളും ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാനുള്ള അടിസ്ഥാന അറിവും ആവശ്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഡിഫൻസ്, CAPF അല്ലെങ്കിൽ പ്രശസ്തമായ വലിയ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജോലിയിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതായത് 10ാം ക്ലാസ് മാത്രമുള്ള ഒരാൾക്ക് ഈ പോസ്റ്റ് സ്വാഭാവികമായി ലഭിക്കുക എന്നല്ല. 10ാം ക്ലാസ്, ആവശ്യമായ അഡീഷണൽ ക്വാളിഫിക്കേഷൻ, കമ്പ്യൂട്ടർ നോളജ്, 3 വർഷത്തെ സെക്യൂരിറ്റി എക്സ്പീരിയൻസ് എന്നിവ ശ്രദ്ധിക്കണം. സെക്യൂരിറ്റി ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഈ വേക്കൻസി പ്രത്യേകം പരിശോധിക്കുക. ഇനി നമ്മൾ ഇതുവരെ കണ്ടത് ഒന്ന് വളരെ വേഗത്തിൽ റീക്യാപ്പ് ചെയ്യാം. 1ാമത്തെ പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ബി, 1 ഒഴിവ്, ശമ്പളം 73,000, ബിരുദം 55% മാർക്ക്, കമ്പ്യൂട്ടർ റിലേറ്റഡ് സ്കിൽസ് കൂടാതെ 5 വർഷത്തെ റിലവൻ്റ് എക്സ്പീരിയൻസ്. 2ാമത്തെ പോസ്റ്റ് ക്ലർക്ക്, 2 ഒഴിവുകൾ, ശമ്പളം 39,000 തൊട്ട് 46,000 രൂപ വരെ, ബിരുദം 50%, ടൈപ്പിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂടാതെ 1 വർഷത്തെ റിലവൻ്റ് എക്സ്പീരിയൻസ്. 3ാമത്തെ പോസ്റ്റ് ഡ്രൈവർ ബി, 2 ഒഴിവുകൾ, ശമ്പളം 35,270 മുതൽ 39,970 വരെ, 10ാം ക്ലാസ്, വാലിഡ് ലൈസൻസ്, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കുറഞ്ഞത് 3 വർഷം. 4ാമത്തെ പോസ്റ്റ് ലബോറട്ടറി അസിസ്റ്റൻറ്റ്, 2 ഒഴിവുകൾ, ശമ്പളം 39,770, ഇലക്ട്രോണിക്സ് NTC അല്ലെങ്കിൽ NIC 60% മാർക്ക്, ആവശ്യമായ ലാബ് എക്സ്പീരിയൻസ്. 5ാമത്തെ പോസ്റ്റ് സെക്യൂരിറ്റി ഗാർഡ്, 1 ഒഴിവ്, ശമ്പളം 32,000, 10ാം ക്ലാസ്, ആവശ്യമായ അഡീഷണൽ സർട്ടിഫിക്കറ്റ് പരിചയം കൂടാതെ 3 വർഷത്തെ റിലവൻ്റ് സെക്യൂരിറ്റി എക്സ്പീരിയൻസ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വേക്കൻസി ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ബിരുദമുള്ളവർ, ക്ലറിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവർ, HR അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ളവർ,
പ്രൊഫഷണൽ ഡ്രൈവർ എക്സ്പീരിയൻസ് ഉള്ളവർ, 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഡ്രൈവേഴ്സ്, ഇലക്ട്രോണിക്സ്, ITI, NTC, NAC ഉള്ളവർ, ലബോറട്ടറി എക്സ്പീരിയൻസ് ഉള്ളവർ, സെക്യൂരിറ്റി ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളവർ, ഡിഫൻസ് ആൻഡ് CAPF ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ. ഇവരൊക്കെ അവരുടെ യോഗ്യത അനുസരിച്ച് നോട്ടിഫിക്കേഷൻ പരിശോധിക്കണം. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് റിക്വയർമെൻ്റ് ഉള്ള പോസ്റ്റുകളാണ് കൂടുതലും. അതുകൊണ്ട് നിങ്ങളുടെ റെസ്യൂമിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മാത്രം പോരാ. നോട്ടിഫിക്കേഷൻ ആവശ്യപ്പെടുന്ന സ്പെസിഫിക് എക്സ്പീരിയൻസ് തന്നെയാണോ എന്ന് പരിശോധിക്കണം. ഇനി അപേക്ഷിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്, നിങ്ങളുടെ ഏജ് ലിമിറ്റ് പരിശോധിക്കുക. രണ്ടാമത്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ആവശ്യപ്പെട്ടതുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. മൂന്നാമത്, ആവശ്യപ്പെട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കുക. നാലാമത്, ഡ്രൈവിംഗ് പോസ്റ്റ് ആണെങ്കിൽ വാലിഡ് ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുക. അഞ്ചാമത്, സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്ന പോസ്റ്റ് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ശരിയായ സ്ഥാപനത്തിൽ നിന്നുള്ള ആണോ എന്ന് ഉറപ്പാക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മുഴുവനായും വായിക്കുക. കാരണം യൂട്യൂബ് വീഡിയോയിൽ വിവരങ്ങൾ ഒരു സഹായം മാത്രമാണ്. അന്തിമമായി പരിഗണിക്കേണ്ടത് ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. ഇനി നിങ്ങളുടെ ഒരു ചെറിയ ചോദ്യം: ഈ 5 പോസ്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായെന്ന് തോന്നുന്ന ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആണോ, ക്ലർക്കാണോ, ഡ്രൈവറാണോ, ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണോ, സെക്യൂരിറ്റി ഗാർഡാണോ? പോസ്റ്റ് നെയിം കമൻറ്റ് ബോക്സിൽ എഴുതും. ഉദാഹരണത്തിന് ഡ്രൈവർ അല്ലെങ്കിൽ ക്ലർക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏത് പോസ്റ്റാണ് കൂടുതൽ അനുയോജ്യം എന്ന് മനസ്സിലാക്കാൻ ഈ ഡിസ്കഷൻ മറ്റുള്ളവർക്കും സഹായകരമാകും. അപ്പോൾ സുഹൃത്തുക്കളെ, പൂനെയിലെ NCRA TIFR വിവിധ തസ്തികകളെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് മുതൽ സെക്യൂരിറ്റി ഗാർഡ് വരെയുള്ള വിവിധ അവസരങ്ങളാണ് നമ്മൾ കണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ നടപടികൾക്കും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പരിശോധിക്കുക. ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. എല്ലാവർക്കും കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ജോലി അന്വേഷിക്കുന്ന മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ഏറ്റവും പുതിയ കേരള ജോബ്സ്, ഗവൺമെൻറ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ്, ജോബ് വേക്കൻസി അപ്ഡേറ്റ് ലഭിക്കാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. അടുത്തൊരു തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. RB Ruji.